കൂത്തുപറമ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പൻ ഓർമ്മയായിരിക്കുകയാണ്. കൂത്തുപറമ്പിലെ സഹനസൂര്യൻ ജ്വലിക്കുന്ന ചെന്താരകം ഓർമ്മയായിരിക്കുന്നു. സഖാക്കൾ എല്ലാവരുടെയും ഒരു വൈകാരികമായിട്ടുള്ള സമരത്തിൻ്റെ സ്മാരകമായി എല്ലാ കാലത്തും ജീവിച്ചിരുന്ന സഖാവായിരുന്നു സഖാവ് പുഷ്പൻ. പുഷ്പന് നാനാഭാഗങ്ങളിൽ നിന്നും, കണ്ണൂരിൽ നിന്ന് മാത്രമല്ല വിവിധ മേഖലകളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നെത്തിയിട്ടുള്ള സഖാക്കൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. മുദ്രാവാക്യം വിളികളും മുഷ്ടി ചുരുട്ടി സഖാവിനെ അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് സഖാക്കളെല്ലാം കടന്നു പോകുന്നത്. CPIM-ൻ്റെയും മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും സ്പീക്കർ AM ഷംസീർ, M സ്വരാജ് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള നേതാക്കൾ ഇവിടത്തേക്കെത്തി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ സഖാക്കൾക്കും പങ്കുവയ്ക്കാനുള്ളത് അവരുടെ എല്ലാം ഓർമ്മകളിലുള്ള സഖാവ് പുഷ്പനെയാണ്. EP ജയരാജൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ജയരാജേട്ട, ഇത് സഖാവ് പുഷ്പൻ നിങ്ങളുടെ എല്ലാം ഓർമ്മയിൽ തന്നെ ഒരു ജ്വലിക്കുന്ന നക്ഷത്രമാണ്. അതെ, സഖാവ് പുഷ്പൻ നമ്മെ വിട്ടുപിരിഞ്ഞു. 30 വർഷക്കാലമായി കഴുത്തിന് പിന്നാലെ വെടിയേറ്റ് കഴുത്തിന് താഴെ ശരീരം മുഴുവൻ തളർന്ന് സഖാവിനുള്ള ബുദ്ധിശക്തിയും കാഴ്ചയും ശ്രവണശക്തിയും സംസാരശേഷിയും ഉപയോഗിച്ചുകൊണ്ട് ടെലിവിഷനിലൂടെയും പത്രപാരായണങ്ങളിലൂടെയും കേട്ട് രാഷ്ട്രീയം മനസ്സിലാക്കി പഠിച്ച് മറ്റുള്ളവരെ ഉപദേശിച്ച് നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി പാർട്ടിയെ സേവിച്ചുകൊണ്ട് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. 24-ാമത്തെ വയസ്സിലാണ് വെടിയേറ്റത്. ഇപ്പോൾ 54 വയസ്സായി. 30 വർഷക്കാലം. ഇത് ലോകത്തിലെ തന്നെ ഒരു അപൂർവ സംഭവമാണ്. 30 വർഷക്കാലം കിടന്ന കിടപ്പിൽ ശരീരം ചലനമറ്റ് സംസാരവും ശ്രവണശക്തിയും കാഴ്ചശക്തിയും ഉപയോഗിച്ചുകൊണ്ട് എല്ലാം നിരീക്ഷിച്ച് ജീവിച്ചു വന്ന ഉത്തമനായൊരു കമ്മ്യൂണിസ്റ്റ്. ആ സഖാവിൻ്റെ നല്ല നിശ്ചയദാർഢ്യം, പാർട്ടിക്കൂറ്, പാർട്ടിയോടുള്ള സ്നേഹം, പാർട്ടി സഖാക്കളോടുള്ള അങ്ങേയറ്റത്തെ വിശ്വാസം, ഇതെല്ലാം കാത്തു സൂക്ഷിച്ചിട്ടൊരു മാതൃകാ കമ്മ്യൂണിസ്റ്റായി ജീവിതം മുഴുവൻ ജീവിച്ച സഖാവായിരുന്നു സഖാവ് പുഷ്പൻ. സഖാവ് പുഷ്പൻ വെടിയേറ്റ് ചികിത്സയിലുണ്ടായിരുന്ന അവസരത്തിലാണ് 5 മാസങ്ങൾക്കുള്ളിൽ എനിക്ക് വെടിയേറ്റത്. ആ വെടിയേറ്റതിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയ ആളാണ് സഖാവ് പുഷ്പൻ. സഖാവ് പുഷ്പൻ എനിക്ക് ഏറ്റവും സ്നേഹവും ആദരവും തോന്നിയിട്ടുള്ളൊരു കാര്യമാണത്. അത്തരത്തിലുള്ളൊരു സഖാവാണ് പുഷ്പൻ. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ എന്നും ഓർമ്മിക്കുന്ന ഒരു ചുവന്ന താരം തന്നെയാണ് സഖാവ് പുഷ്പൻ. ആ പുഷ്പൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. EP ജയരാജൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സഖാക്കളുടെയും ഓർമ്മയിൽ ഒരു ജ്വലിക്കുന്ന താരകം തന്നെയായിരുന്നു സഖാവ് പുഷ്പൻ. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം നിരവധിയായിട്ടുള്ള സഖാക്കൾ. അവർക്ക് പുഷ്പൻ എന്ന് പറയുന്നത് അത്രമാത്രം വൈകാരികത നിറഞ്ഞതായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ കാണുന്നത്. വളരെയധികം നിറഞ്ഞ കണ്ണുകളോടുകൂടി മുഷ്ടി ചുരുട്ടി അവരെല്ലാം മുദ്രാവാക്യം വിളിക്കുകയാണ്. സഖാവ് പുഷ്പന് അർഹിക്കുന്ന രീതിയിൽ ഒരു യാത്രയയപ്പ് നൽകുക എന്നുള്ളത് തന്നെയാണ് ഈ സഖാക്കൾ ഉദ്ദേശിക്കുന്നത്. മുദ്രാവാക്യം വിളികളോടുകൂടി മുഷ്ടി ചുരുട്ടി സഖാവ് പുഷ്പനെ യാത്രയാക്കുകയാണ്. സഖാവ് പുഷ്പനുമായി ഏറെയധികം, അതായത് സഖാവ് പുഷ്പനുമായി വളരെ അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നത് ഇന്നിപ്പോൾ സ്പീക്കർ കൂടിയായിട്ടുള്ള DYFIയുടെ മുൻ ഭാരവാഹിയൊക്കെ ആയിരുന്ന സ്പീക്കർ AM ഷംസീറിനൊക്കെ പുഷ്പനുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഷംസീർക്ക, പുഷ്പേട്ടൻ യാത്രയാവുകയാണ്. മരണത്തെ പല ഘട്ടത്തിലും തോൽപ്പിച്ച വ്യക്തിയായിരുന്നു സഖാവ് പുഷ്പൻ. അസാമാന്യ മനസ്ഥൈര്യം. ആ മനസ്ഥൈര്യം കൊണ്ട് ഓരോ ഘട്ടത്തിലും മരണത്തെ തോൽപ്പിച്ച സഖാവ് പുഷ്പൻ ഇന്നലെ 3:30 മണിക്ക് മരണത്തിന് കീഴടങ്ങി. ഇതുപോലെ പുഷ്പൻ ഹോസ്പിറ്റലായത് 2018-ലായിരുന്നു. അന്നാണ് പുഷ്പൻ്റെ നേരെ ഒരു മേജർ സർജറിക്ക് വിധേയമാക്കുന്നത്. ഡോക്ടർ ശൈലേഷാണ് ബേബി മുള്ളി ചെയ്തത്. അന്ന് മരണത്തെ തോൽപ്പിച്ച് സഖാവ് പുഷ്പൻ തിരിച്ചു വന്നു. ഇതുപോലെ തിരിച്ചു വരുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ആഗസ്റ്റ് 2-നാണ് ബേബി മെമ്മോറിയലിലേക്ക് മാറ്റിയത്. ജൂലൈ മാസം അവസാനമാണ് കോപ്പറേറ്റീവിലേക്ക് വരുന്നത്. അന്ന് പുഷ്പൻ സാധാരണ നിലയിൽ ആശുപത്രിയിലേക്ക് വരുമ്പം അപൂർവം മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ. അന്ന് അദ്ദേഹം എന്നെ വിളിച്ചു, എനിക്കൊരു മേലും കൈയും വേദനയുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും ഒരു മൂത്ര തടസ്സത്തിൻ്റെ ഭാഗമുണ്ടാകുന്ന പ്രശ്നം പനിയെന്നാണ് ധരിച്ചു വെച്ചത്. പക്ഷേ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എത്തിയപ്പം കാർഡിയാക് അറസ്റ്റ് വന്നു. തുടർന്ന് ബേബിയിലേക്ക് മാറ്റി. ബേബിയിലെത്തിയപ്പോഴും കാർഡിയാക് അറസ്റ്റ് വന്നു. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ബ്രെയിൻ നിശ്ചലമായി. ഇപ്പം ഏറ്റവും ഒടുവിൽ ഇന്നലെ മരണത്തിൽ അദ്ദേഹം കീഴടങ്ങി. അതൊക്കെ പോരാടാനുള്ളൊരു പ്രചോദനം കൂടിയാണ്. ഓരോ ഘട്ടത്തിലും അദ്ദേഹം
നിരാശ മനുഷ്യനെ കണ്ടിട്ടില്ല. എപ്പോഴും പുഞ്ചിരിച്ച മുഖം, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഞങ്ങളെപ്പോലുള്ള പാർട്ടി രംഗത്തേക്ക് കടന്നു വന്ന പുതുതലമുറയിൽപ്പെട്ടവർക്ക് ആവേശമാണ്. ഞാനന്ന് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു സമരം നടക്കുമ്പോൾ. തുടർന്ന് ആശുപത്രിയിൽ പോയി 95 മുതൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി കാണുന്ന ഒരാളാണ് ഞാൻ. അത് എന്നെപ്പോലുള്ള തലമുറക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ ബാക്കിയാണ്. അദ്ദേഹം ഒരു പാഠപുസ്തകമാണ്. പുതുതലമുറക്ക് പഠിക്കാൻ ഒരു പാഠപുസ്തകമാണ് സഖാവ് പുഷ്പൻ. സഹനത്തിൻ്റെ മഹാസൂര്യൻ ഇന്നലെ 3:30 ബേബി മോറിൽ വെച്ച് അസ്തമിച്ചു. 2 വർഷം മുമ്പ് ഇതേ ടൗൺ ഹാളിൽ വെച്ച് സഖാവ് കോടിയേരി മരിച്ച ഘട്ടത്തിൽ പുഷ്പൻ എത്തി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ച ഏതൊരാളെയും വല്ലാതെ വേദനിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു. ഇപ്പോൾ ഈ ടൗൺ ഹാളിന് ഇപ്പോൾ പേര് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഹാളെന്നാണ്. ആ ടൗൺ ഹാളിൽ ഇപ്പോൾ പുഷ്പൻ്റെ ഈ മൃതദേഹം കിടക്കുമ്പോൾ അതും ഒരു വൈകാരികതയായി മാറി. അതെ, കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുമ്പോൾ CPIഎമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് കോടിയേരിയായിരുന്നു. ആ വെടിവെപ്പ് മുതൽ കോടിയേരി മരിക്കുന്നതുവരെയുള്ള എല്ലാ ഘട്ടത്തിലും സഖാവ് കോടിയേരി നാട്ടിൽ വന്ന പുഷ്പനെ പോയി കാണും. വിഷുവിന് വിഷുക്കൈ നീട്ടം കൊടുക്കും, ഓണത്തിന് പോയി കാണും. അങ്ങനെ ഒരു അഭേദ്യമായ ബന്ധം സഖാവ് പുഷ്പനും കോടിയേരിയും തമ്മിലുണ്ടായിരുന്നു. കോടിയേരി മരിച്ച ദിവസം രാവിലെ സഖാവ് പുഷ്പൻ എന്നെ വിളിച്ചു. എനിക്ക് വന്നാൽ കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ ആവശ്യമായ സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിത്തരാം. അങ്ങനെയാണ് ഏതാണ്ട് ഒരു സന്ധ്യാനേരത്ത് സഖാവ് പുഷ്പൻ വന്നത്. വളരെ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു അത്. പുഷ്പനും കോടിയേരിയും തമ്മിലുള്ള ബന്ധം ഏറ്റവും നന്നായി അറിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. യഥാർത്ഥത്തിൽ ആ രണ്ടുപേരും ഇന്ന് നമ്മുടെ കൂടെയില്ല. യഥാർത്ഥത്തിൽ കോടിയേരി വളരെയധികം സ്നേഹവും വാത്സല്യവും അതിൽ എനിക്ക് ഓർമ്മയുണ്ട്. സഖാവ് കോടിയേരിയും ഞാനും പുഷ്പനെ കാണാൻ പോയി. പുഷ്പൻ്റെ ശരീരം വിയർക്കുകയാണ്. പുഷ്പൻ്റെ സഹോദരൻ പ്രകാശൻ ഈ വെള്ളം തുണി നനച്ച് പുഷ്പൻ്റെ ശരീരത്തിലൂടെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കോടിയേരി ചോദിച്ചു, എന്താ പുഷ്പ ഇങ്ങനെ? അപ്പോൾ പുഷ്പനൊന്നും അനങ്ങുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പുഷ്പൻ്റെ സഹോദരൻ പറഞ്ഞു, ചൂട് കൊണ്ടാണ്. അല്പസമയം കഴിയുമ്പോഴേക്കും കോടിയേരി നേരിട്ട് വിളിച്ച് അവിടെ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഒരു ഘട്ടത്തിൽ പുഷ്പൻ കടന്നത് വാട്ടർ ബെഡിലായിരുന്നു. പിന്നീട് വാട്ടർ ബെഡ് മാറ്റി എയർ ബെഡ്. എന്തിനേറെ പറയുന്നു, പുഷ്പൻ്റെ വീട് DYFI നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പോലും കോടിയേരിയുടെ ഒരു ഉപദേശവും ഞങ്ങൾക്കുണ്ടായിരുന്നു. പുഷ്പനോട് പാർട്ടി സ്നേഹിച്ചിരുന്നു, പുഷ്പനെ സ്നേഹിച്ചിരുന്നു, പുഷ്പനെ കെയർ ചെയ്തിരുന്നു. അതുപോലെ പുഷ്പൻ തിരിച്ച് പാർട്ടിയെ സ്നേഹിച്ചിരുന്നു. ഇപ്പോൾ ശംസീർ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനുമായി സഖാവ് പുഷ്പനുണ്ടായിരുന്ന വൈകാരികമായിട്ടുള്ളൊരു ബന്ധം അത് വളരെ വലുതായിരുന്നു. കാരണം ഓരോ ഘട്ടങ്ങളിലും പുഷ്പൻ്റെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ കൃത്യമായ തോതിൽ എല്ലാ പാർട്ടി ചുമതലകൾ നിർവഹിക്കുമ്പോഴും ഒരുപക്ഷെ രോഗാതുരനായി കോടിയേരി കിടക്കുന്ന ഘട്ടത്തിൽ പോലും പുഷ്പൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നു എന്നാണ് പല പാർട്ടി നേതാക്കളും പങ്കുവയ്ക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ളൊരു യാത്രയപ്പാണ് സഖാവ് പുഷ്പന് ഒരു അന്ത്യാഭിവാദ്യം രേഖപ്പെടുത്തുന്ന വളരെ വൈകാരികമായിട്ടുള്ള അനുഭവമാണ്. പാർട്ടി നേതാക്കളെല്ലാം തന്നെ സംസാരിക്കുന്നത് പുഷ്പൻ ഏത് ഘട്ടത്തിലും, അതായത് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഘട്ടത്തിലും വളരെയധികം ത്യാഗവും സഹനവും നേരിടുന്ന ഘട്ടത്തിൽ പോലും, പാർട്ടി പ്രതിസന്ധിയിലാവുന്ന ഘട്ടത്തിൽ പോലും നേതാക്കളോടെല്ലാം തന്നെ പാർട്ടിയെ മാത്രം ചോദിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടിയുടെ കാര്യങ്ങൾ എല്ലാം അന്വേഷിച്ചുകൊണ്ട് ഒരു പാർട്ടി ശരീരമായി പാർട്ടി തന്നെയായിരുന്നു സഖാവ് പുഷ്പൻ എന്നുള്ളതാണ് അവരെല്ലാം തന്നെ പറയുന്നത്. എന്തായാലും പുഷ്പൻ്റെ വിയോഗം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം, പോരാടുന്ന യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വൈകാരികത നിറഞ്ഞതാണ്. അത് പോരാടാനുള്ള, എല്ലാ ഘട്ടങ്ങളിലും പോരാടാനുള്ള യുവജനങ്ങളുടെ ഒരു പോരാട്ടത്തിൻ്റെ മാതൃകയായി എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന ഒരാളാണ് സഖാവ് പുഷ്പൻ എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്തായാലും പുഷ്പന് വലിയ തോതിൽ സങ്കടകരമായ രീതിയിലാണ് സഖാക്കൾ യാത്രയയപ്പ് നൽകുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ്. ഓരോ സഖാക്കളും ഇവിടത്തേക്ക് സഖാവ് പുഷ്പൻ്റെ മൃതശരീരത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. വളരെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷമാണ്. പോരാടാനുള്ള യുവാക്കളുടെ ഊർജ്ജമായി, യുവാക്കളുടെ ഒരു മാതൃകയായി സഖാവ് പുഷ്പൻ മാറിയിരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. സഹന സൂര്യൻ അസ്തമിക്കുകയാണ്. കൂത്തുപറമ്പ് പോരാട്ടത്തിൻ്റെ സഹന സൂര്യൻ അസ്തമിക്കുകയാണ്. പക്ഷേ പുഷ്പൻ്റെ പോരാടാനുള്ള കരുത്തും പോരാട്ടത്തിനുള്ള ഒരു ഊർജ്ജവും, പുഷ്പൻ നൽകിയ ഊർജ്ജവും ഒരു കാലത്തും അസ്തമിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനം കൂടി സഖാക്കൾ ഇവിടെ നിന്നും നടത്തുകയും ചെയ്യുന്നു. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.